നമസ്കാരം. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലരും തങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരാണ് എന്നാണ് അവകാശവാദം ഉന്നയിക്കാറ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. കേരളത്തിലെ ഏറ്റവും മുകളിലുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനം മുതൽ ഇങ്ങ് താഴേക്കിടവരെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം മാധ്യമ സ്ഥാപനങ്ങൾക്കും ഒരു രാഷ്ട്രീയ ചായ്വ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും നിഷ്പക്ഷത കൈവിട്ടുകൊണ്ട് രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളാണ്. മാത്രമല്ല, കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും ഒരു ഇടത് ചായ്വ് പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങൾ കൂടിയാണ്. കാരണം ഇടത് ചായ്വ് ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ മാധ്യമ പ്രവർത്തനം പച്ച പിടിക്കുകയുള്ളൂ എന്ന് പല മാധ്യമ മുതലാളിമാർക്കും അറിയാം. പക്ഷേ ഈ BJP-യുമായുള്ള പ്രശ്നം വരുമ്പോൾ കോൺഗ്രസിനൊപ്പവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പവും ഇടതുപക്ഷത്തോടൊപ്പവും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുക, സംസ്ഥാന രാഷ്ട്രീയം വരുമ്പോൾ അതിന് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുക എന്ന നയമാണ് പല മാധ്യമങ്ങളും സ്വീകരിച്ച് വരുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ജനം വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ വെളിപ്പെടുത്തൽ നിങ്ങളൊന്ന് കേട്ടു നോക്കണം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൻ്റെ മുതലാളി നാലാൾ കേൾക്കെ വിളിച്ചു പറഞ്ഞ ഒരു വെളിപ്പെടുത്തലാണ്. പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്താണെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിനെതിരാണ് റിപ്പോർട്ടർ TV എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു സംഘം കുറച്ച് നാളുകളായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അത് പറയുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, കഴിഞ്ഞ 2024 ലോക്സഭാ ഇലക്ഷൻ്റെ സമയം 123 ദിവസമാണ് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസ് പാർട്ടിക്കും വേണ്ടി മീറ്റ് എഡിറ്റേഴ്സ് ചർച്ച ചെയ്യുന്നുള്ളത് ഈ കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കണം. കേരളത്തിലെ ഒരു ചാനലുകളും ഇന്ത്യയിലെ ഒരു ചാനലുകളും ഒരു പ്രസ്ഥാനങ്ങളും 279 സീറ്റ് മേടിച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞ കാലത്ത് 279 സീറ്റ് മേടിച്ച് 280ഓളം സീറ്റിലധികം മേടിച്ച് അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞ ഏക ചാനൽ റിപ്പോർട്ടർ TV-യാണ്. എത്രയോ നാളുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതൊന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ കാണാതെ പോകണ്ട എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. കാരണം റിപ്പോർട്ടർ TV കോൺഗ്രസിനെതിരല്ല, റിപ്പോർട്ടർ TV യൂത്ത് കോൺഗ്രസിനെതിരല്ല. ഇതായിരുന്നു ആ വെളിപ്പെടുത്തൽ. നിഷ്പക്ഷത എന്ന് പറയുന്നത് നമുക്ക് പോട്ടെ, നിഷ്പക്ഷമല്ല, രാഷ്ട്രീയ ചായ്വുണ്ട് എന്ന് നമുക്ക് പറഞ്ഞാലും അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഒരു സ്ഥാപനത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് ഇന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വാർത്ത കൊടുക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതാണ്. അങ്ങനെ ഒരു മാധ്യമം വാർത്ത കൊടുക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് അവകാശപ്പെടുന്നു. അതോടൊപ്പം തന്നെ ചില ഇടപെടലുകൾ നിയമവിരുദ്ധമായി നടത്തുന്നു എന്നുകൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിലും റിപ്പോർട്ടർ ചാനലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കശവിശകൾ ഉണ്ടാവുകയും ഇത് വലിയ പ്രശ്നമാവുകയും യൂത്ത് കോൺഗ്രസ് വലിയ ആരോപണം ഉന്നയിക്കുകയും കോൺഗ്രസിനെതിരായി നിൽക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ എന്ന രീതിയിൽ പരാതി പറയുകയും ഒക്കെ ചെയ്തു. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ചാനൽ മുതലാളി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഞങ്ങൾ കോൺഗ്രസിനെതിരായ ചാനലൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഓർത്തു നോക്കൂ, 123 ദിവസമാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി എഡിറ്റേഴ്സ് ചർച്ചകൾ നടത്തിയിട്ടുള്ളത്, എഡിറ്റേഴ്സ് ഡിസ്കഷൻ നടത്തിയിട്ടുള്ളത്. വേറെ മറ്റ് അതിഥികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിസ്കഷൻ അല്ല, ചർച്ചകളല്ല. അന്തിച്ചർച്ചയായി എഡിറ്റർമാർ തമ്മിൽ നടത്തുന്ന ചർച്ചയാണ്. ആ ചർച്ചയിൽ 123 ദിവസം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഞങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് ഈ മാധ്യമ മുതലാളി വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മാധ്യമ സ്ഥാപനവും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ 280 സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു, യാതൊരു അടിസ്ഥാനവുമില്ലാതെ എന്നാണ് ഈ മാധ്യമ മുതലാളി പറയുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത ഞങ്ങളോടാണോ ഈ പണി അല്ലെങ്കിൽ ഈ കാര്യം പറയുന്നത് എന്നാണ് ഇപ്പോൾ മാധ്യമ മുതലാളി കോൺഗ്രസിനോട് ചോദിച്ചിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബയാസ് റിപ്പോർട്ടിംഗ് പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടങ്ങളൊക്കെ നിലവിലിരിക്കെ ഒരു മാധ്യമം നേരിട്ട് ഒരു 123 ചർച്ചകൾ ഒരു പ്രത്യേക മുന്നണിക്ക് വേണ്ടി നടത്തി എന്ന് വെളിപ്പെടുത്തുകയാണ്. ആരോപണമല്ല, ചാനൽ തന്നെ വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല 280 സീറ്റ് കിട്ടുമെന്ന് ഞങ്ങൾ വെറുതെ വച്ച് കാച്ചി എന്നും പറയുകയാണ്. ഇത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് ലംഘനമല്ലേ? അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിന്ന് വാർത്ത നൽകിക്കോട്ടെ, കേരളത്തിന് അതൊന്നും പ്രശ്നമല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത് നിയമവിരുദ്ധമല്ലേ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവർ ഈ വെളിപ്പെടുത്തലുകൾ നടപടിയെടുക്കേണ്ടത് അത്യാവശ്യവുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Partner EduBix Online Executive Education Focus Physiotherapy Center Pattam Unnat Engineering Gujarat Tirthayatra.com Iron Build Gujarat PRS Hospital Killipalam Thiruvananthapuram
5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.